അല്ല, ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ അദ്ദേഹത്തിന് എവിടെയും പോകാലോ. അങ്ങനെ അദ്ദേഹം എല്ലായിടത്തും പോയി. ശ്രീ ആര്യാടൻ ഷൗക്കത്ത് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച് ആദ്യം പോയത് മുക്കട്ട, അദ്ദേഹത്തിൻ്റെ പിതാവ് അന്തിയുറങ്ങുന്ന മുക്കട്ട ജുമാ മസ്ജിദിലാണ്. അതിനുശേഷം അദ്ദേഹം പ്രകാശേട്ടൻ്റെ സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചന അർപ്പിച്ചതിന് ശേഷം തന്നെയാണ് ഞങ്ങളുടെ പ്രചരണം ആരംഭിച്ചിട്ടുള്ളത്. ബാക്കി അദ്ദേഹം വീടുകളിൽ പോകുന്നതും പ്രധാനപ്പെട്ട ആളുകളെ കാണുന്ന പരിപാടികൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് എല്ലായിടത്തും എത്തും. ഇല്ല, അബ്ബാസ് അലി തങ്ങൾ മുൻകൂട്ടി ഏറ്റ പരിപാടികളുടെ ഭാഗമായിട്ടാണ് അദ്ദേഹം പോയിട്ടുള്ളത്. ആര്യാടൻ ഷൗക്കത്ത് സ്ഥാനാർത്ഥിയായി ആദ്യം നിലമ്പൂരിന് പുറത്ത് ആദ്യം അദ്ദേഹം പോയത് പാണക്കാട് തറവാട്ടിലേക്കാണ്. അവിടെ എല്ലാ തങ്ങന്മാരുടെയും അനുഗ്രഹം മേടിച്ചിട്ടാണ്. സാദിഖ് അലി തങ്ങൾ ഹജ്ജ് കർമ്മം അനുഷ്ഠിക്കുന്നതിന് വേണ്ടി പുറത്തു പോയതാണ്. ബാക്കി എല്ലാ തങ്ങന്മാരും, മൗനവർ അലി തങ്ങൾ ഇവിടെ വന്നിരുന്നു. UDYFിൻ്റെ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ നിലമ്പൂരിൽ അദ്ദേഹം കഴിഞ്ഞ ദിവസം വന്നിരുന്നു. നിങ്ങളാരും വാർത്തയാക്കിയില്ല. അതെ, എല്ലാ തങ്ങന്മാരും ഈ പരിപാടികളിലൊക്കെ പങ്കെടുക്കും. ഇല്ല, അങ്ങനെ ഒരു ആശയക്കുഴപ്പമില്ല. ക്ഷണിച്ചിരുന്നു. സാദിഖ് അലി തങ്ങൾ ഇങ്ങനെ അവിടെ ആയതുകൊണ്ടാണ്. മുനവർ അലി തങ്ങൾ മിനിഞ്ഞാന്ന് പരിപാടി പങ്കെടുത്തു. അബ്ബാസ് അലി തങ്ങൾക്ക് ഇന്നലെ എത്തിച്ചേരാൻ കഴിയില്ല. പക്ഷേ പര്യടനത്തിൻ്റെ ഉദ്ഘാടനം അദ്ദേഹമാണെന്ന് അറിയിച്ചിരുന്നു. ഓരോ പരിപാടിയും നമ്മൾ ചാർട്ട് ചെയ്ത് കൃത്യമായിട്ടാണ് പോകുന്നത്. ഇല്ല, വാർത്തയായത് നിങ്ങളതിൻ്റെ സോഴ്സ് അന്വേഷിക്കാതെ, സ്രോതസ് അന്വേഷിക്കാതെ നിങ്ങൾ വാർത്ത കൊടുത്താണ് അതിൽ പ്രശ്നമില്ല. അല്ല, അതിനകത്തൊരു ആശങ്കയില്ല. സാദിഖ് അലി തങ്ങൾ ഹജ്ജ് കർമ്മം അനുഷ്ഠിക്കാൻ പോയത് തന്നെയാണ് ഏറ്റവും പ്രധാനം. ഇപ്പോൾ ഞങ്ങളുടെ കൺവെൻഷൻ പോലെ തന്നെ ഏറ്റവും പ്രധാനമാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥിയുടെ പ്രചരണ പരിപാടിയുടെ ഔദ്യോഗികമായ ഉദ്ഘാടനം. അത് കൺവെൻഷൻ പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടിയാണ്. ആ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ജില്ലാ മുസ്ലിം ലീഗിൻ്റെ അധ്യക്ഷനായിട്ടുള്ള അബ്ബാസ് അലി തങ്ങളാണ്. അതിനകത്ത് ഞങ്ങൾക്കൊന്നും ഒരു കൺഫ്യൂഷനും ഇല്ല, ഒരാശങ്കയില്ല, ആർക്കും ആശങ്കയില്ല. ഈ അബ്ബാസ് അലി തങ്ങളെ നേരത്തെ തന്നെ ഇതിന് ഉദ്ഘാടകനായി നിശ്ചയിച്ചാണോ, അല്ലെ ഇന്നലെയാണോ ഈ ഉദ്ഘാടകനായി നിശ്ചയിച്ചത്? അത് നേരത്തെ പറഞ്ഞിരുന്നു അദ്ദേഹത്തോട്. ഇന്നലെ കൺവെൻഷൻ പങ്കെടുക്കാനാണ് ആവശ്യപ്പെട്ടത്. അപ്പോൾ മുൻകൂട്ടി പരിപാടി അനുസരിച്ചാണ് അദ്ദേഹം മുന്നോട്ട് പോയത്. ഞങ്ങൾ പരിപാടിയൊക്കെ വളരെ പെട്ടെന്നാണ്. ഇന്നലെ ഈ പര്യടനം പോലും, ഞങ്ങൾ ഈ സ്ഥലം പോലും തീരുമാനിക്കുന്നത് വളരെ പെട്ടെന്നാണ്. നോട്ടീസിലൊന്നും ഈ അബ്ബാസ് അലി തങ്ങളുടെ പേരോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ പോസ്റ്ററൊക്കെ വളരെ നേരത്തെ അറിയുന്നുണ്ട്. പോസ്റ്ററൊക്കെ ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പുകൾ, ഒഫീഷ്യൽ വാട്സപ്പ് ഗ്രൂപ്പിൽ നേരത്തെ വന്നിട്ടുണ്ട്. അബ്ബാസ് അലി തങ്ങളാണ് ഉദ്ഘാടനം. ഇന്നലെ അദ്ദേഹത്തിന് പങ്കെടുക്കാൻ കഴിയാതെ മറ്റൊരു പരിപാടി പങ്കെടുത്തുകൊണ്ടാണ്. പിന്നെ പങ്കെടുക്കേണ്ടത് മുനവർ അലി തങ്ങളാണ്. അദ്ദേഹം മിനിഞ്ഞാന്ന് ഇവിടെ നിലമ്പൂരിലുണ്ട്. അപ്പോൾ അതിനകത്തൊന്നും ഒരു ആശങ്കയില്ല. അവരൊക്കെ ആണയിട്ട് ആവർത്തിച്ച് പറഞ്ഞല്ലോ, അതിനകത്തൊരു വിവാദം ഉണ്ടാക്കേണ്ടുന്ന കാര്യമില്ല. ഓക്കെ, ആ അനുനയ ശ്രമങ്ങളൊക്കെ നടന്നിരുന്നു. എല്ലാവരും നടത്തിയിരുന്നു, ഒരുമിച്ചാണ് നടത്തിയത്. അത് നടക്കുന്നുണ്ട്. അത് തെരഞ്ഞെടുപ്പിന്റെ അവസാനം വരെ ഉണ്ടാവുമല്ലോ, സ്വാഭാവികമായിട്ടും. എല്ലാവരും ഉൾക്കൊണ്ട് എല്ലാവരുടെ വോട്ടും വാങ്ങാൻ എല്ലാ തരത്തിലുള്ള അനുനയം നടക്കും. അങ്ങനെയൊന്നുമില്ല, അങ്ങനെ പറഞ്ഞില്ലല്ലോ. അതില്ല, പിണറായി സത്തിനെതിരെയുള്ള പോരാട്ടമാണ്. സ്വാഭാവികമായും അദ്ദേഹം ആ യാഥാർത്ഥ്യം ഉൾക്കൊള്ളുമെന്ന പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. അതെനിക്കറിയില്ല. UDFിന്റെ സംസ്ഥാന നേതാക്കളാണല്ലോ, UDFിന്റെ സംസ്ഥാന നേതാക്കളാണല്ലോ. ഇതിപ്പോൾ ഞങ്ങളുടെ കോർട്ടിലല്ലേ ഈ പന്ത്. ആയിക്കോട്ടെ, ഓക്കെ, ശരി. ഇനി ഇതല്ല നമ്മുടെ പര്യടനം തുടങ്ങാനായി, അതുകൊണ്ടാണ്.